ആലുവയിൽ ദേശത്തുള്ള വി ഡി സതീശൻ എന്ന ജനനായകന്റെ വീടിന് മുമ്പിലാണ്. വി ഡി ക്യാമ്പ് എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പ് എന്ന് പറഞ്ഞ് നമുക്കതിനെ ഒതുക്കാൻ പറ്റില്ല. കാരണം കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായി വി ഡി ക്യാമ്പ് എത്രയോ വലിയ രീതിയിൽ മാറി എന്നുള്ളതിന്റെ തെളിവാണ് കഴിഞ്ഞ രാഷ്ട്രീയ പകലുകളിൽ മുഴുവനും ഈ വീടിന് മുന്നിലും അതുപോലെ തന്നെ കേരളത്തിന്റെ തെരുവോരങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന കാഴ്ചകൾ. പ്രവർത്തകർ വളരെ ആവേശത്തിലാണ്. പക്ഷേ ഒരു ആശ്വാസം കൂടിയുണ്ട്. ഒഫീഷ്യലായി ഹൈക്കമാൻഡ് നാളെ രാവിലെ കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. എന്താണ് ഇപ്പോഴത്തെ ഒരു തോന്നല്? ഇപ്പോഴത്തെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100% വി ഡി സതീശൻ വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങള് ഇങ്ങോട്ട് വന്നേക്കുന്നത് തന്നെ. ഞങ്ങളുടെ തൊഴിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടുണ്ടായില്ല. ഈ ഒരു വാർത്ത കേട്ടോടുകൂടി ഞങ്ങൾ അത് മാറ്റി വെച്ചിട്ടാണ് നേരെ മൂപ്പന്റെ സതീശൻ സാറിന്റെ വസതിയിലേക്ക് എത്തിയേക്കുന്നത്. എന്താ സതീശൻ സാറിനെ കണ്ടിരുന്നോ? എന്തെങ്കിലും സംസാരിക്കാൻ എന്തെങ്കിലുമൊക്കെ സാധിച്ചോ? പുറത്തു വന്നോ? ഇല്ല, ഞങ്ങൾ കുറെ നേരം വന്നിട്ട് പുറത്ത് വന്നിട്ടില്ല. ഒരു തീരുമാനം KPCC തീരുമാനം വരാൻ വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. തീർച്ചയായിട്ടും മറിച്ചൊരു തീരുമാനം വീഡിയോ അല്ലാന്നുണ്ടെങ്കിൽ മറിച്ചൊരു തീരുമാനം വരെയെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ കോൺഗ്രസിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. പാർട്ടി ഒരു അധപ്പതിലോട്ട് തന്നെ പോകും. ഈ വി ഡി സതീശൻ വരണമെന്നുള്ള ജനവികാരം ഇങ്ങനെ നിൽക്കുന്നു. ഇത് ജനങ്ങൾക്ക് ഒരു മടുപ്പ് കൂടി കൊടുക്കുന്നുണ്ടോ? ഇപ്പം വലിയ രീതിയിൽ 10 ദിവസമായി, നാളെ വന്നാൽ 11ാം ദിവസമാണ് അതിനൊരു തീരുമാനം. അങ്ങനെ ഒരു മടുപ്പില്ല. ജനം എപ്പോഴും വീഡിയോടൊപ്പം തന്നെയാണെന്നുള്ളത് എല്ലാ രീതിയിലും മനസ്സിലായിട്ടുള്ളതാണല്ലോ. അതിന്റെ പേരിൽ വൈകിയാണെങ്കിലും നാളെ വീഡിയോ ആകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രതീക്ഷയിൽ നിന്നല്ല, പ്രതീക്ഷയുണ്ട്. അതിൽ തന്നെ ഉറച്ചാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം പല രീതിയിലും പലതരത്തിലുള്ള ചർച്ചകൾ ഇങ്ങനെ പോകുമ്പോൾ ഇതിന് KC ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും അവിടെയെല്ലാം ഇതുപോലെ ജനങ്ങൾ കൂടിയതായിട്ട് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇൻ കേസ് വി ഡി സതീശൻ അല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ഒരു പ്രതികരണം? വി ഡി സതീശൻ അല്ലെങ്കിൽ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. വി ഡി സതീശൻ ആയിരിക്കും. അതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. പുള്ളിയുടെ ഒരു എന്താ പറയാ, ഒരു നിലപാടിനും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ വിഷന്റെയും ഒക്കെ ഒരു എന്താ പറയാ ഒരു പ്രതിഫലമായിട്ട് അദ്ദേഹത്തിന് അതിന്റെ ഒരു സ്ഥാനം കിട്ടുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. വി ഡി അല്ലാതെ മറ്റാരല്ലേ? ഓക്കെ. അപ്പം ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവാണ് ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്ത് ഈ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ഇത്രയും ജനവികാരം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നത്. KC വേണുഗോപാൽ തീർച്ചയായും അതിന് അർഹനല്ല എന്ന് ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു എഡ്ജ് ഇപ്പോഴും അവസാന മണിക്കൂറുകളിൽ അവരുടെ പ്രവർത്തകർ രമേശ് ചെന്നിത്തല ക്യാമ്പ് വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അതിന്റെ ആളുകളുമായിട്ട്, കോൺഗ്രസ് പ്രവർത്തകരായിട്ട് സംസാരിച്ചായിരുന്നു. അതിനോട് എന്താ പ്രതികരിക്കുന്നത്? നിലവിൽ നമുക്കിപ്പോ രമേശ് ചെന്നിത്തല സാറും അത് ആള് നല്ല നേതാവ് തന്നെയാണ്. പക്ഷെ നിലവിൽ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഈ കോൺഗ്രസിന് ഇത്രയും സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കിട്ടാനൊരു കാരണം വി ഡി സതീശൻ സാർ തന്നെയാണ്. കാര്യം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ ഒരു ഇലക്ഷനിലാണ് പൂർണ്ണമായിട്ടും നമ്മൾ രാത്രി എന്നില്ല പകലിൽ നിന്നില്ലാതെ ഈ സതീശൻ സാറ് ശരിക്കും മുഖ്യമന്ത്രി ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഇത്രയും ഹാർഡ് വർക്ക് ഞങ്ങളവിടെ എല്ലാവരും, ഇപ്പൊ ഞാനെന്നല്ല ഞങ്ങളുടെ അവിടെ ഉള്ള എല്ലാ പ്രവർത്തകരും ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചേക്കുന്നത്. അവസാനമായി നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാം കൃത്യം വ്യക്തമായി. എങ്കിലും ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി, ഈ മുസ്ലിം ലീഗ് പോലെയുള്ള ഘടക കക്ഷികളെ കൂടി വി ഡി സതീശൻ അല്ല നറുക്കു വീഴുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നണി സമവാക്യങ്ങൾ കൂടി അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. UDF ആ ഒരു രീതിയിലും കൂടെ ദുർബലമാക്കപ്പെടില്ലേ ഒരു പക്ഷേ? തീർച്ചയായിട്ടും ദുർബലമാക്കപ്പെടും. ഇപ്പൊ നേതൃത്വം ചെയ്യേണ്ടത് ഇവരിപ്പോ ഗ്രൂപ്പിസോട് നോക്കണേ. ഗ്രൂപ്പ് നോക്കാണ്ട് കേരളത്തിൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് വി ഡി സതീശനാണ് ഏറ്റവും ബെറ്റർ കോൺഗ്രസിനെ നയിക്കാൻ. ഇപ്പൊ വി ഡി തന്നെ വന്നോന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ മറിച്ചൊരു തീരുമാനം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ മറ്റുള്ള ഉത്തരേന്ത്യയിലെ പോലെ തന്നെ കോൺഗ്രസ് ഇവിടെ തകർന്നടിയും. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത്. ജനവികാരം ആണ് പാർട്ടി പ്രവർത്തകരിലൂടെ പോലും വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. വി ഡി സതീശന്റെ ദേശത്തെ വസതിക്ക് മുന്നിൽ നിന്നും